നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീദേവി. നമുക്ക് ഗ്രീഷ്മ ഋതുചര്യ അഥവാ ചൂടുകാലത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതെന്ന് ആയുർവേദ വിധിപ്രകാരം അറിയാം. ആയുർവേദത്തിൽ അഷ്ടാംഗ ഹൃദയത്തിൽ 3-ാമത്തെ ചാപ്റ്റർ അത് ഋതുചര്യയെ പറ്റി വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഗ്രീഷ്മ ഋതുചര്യയിൽ പറഞ്ഞ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ചില കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചൂടുകാലത്ത് എങ്ങനെയാണ് ആരോഗ്യ സംരക്ഷണം നടത്തേണ്ടതെന്ന് നോക്കാം. ഗ്രീഷ്മ ഋതു എന്ന് പറയുമ്പോൾ ശരിക്കും ജൂൺ ജൂലൈ ആ കാലഘട്ടമാണെങ്കിൽ പോലും ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇപ്പോഴും എല്ലാം ചൂടുള്ള ഒരു സമയമാണ്. അപ്പോൾ ആയുർവേദത്തിൽ പറയുന്നത് ഗ്രീഷ്മ ഋതുചര്യയിൽ സൂര്യകിരണങ്ങൾ വളരെയധികം ശക്തമാവുകയും ശരീരത്തിൽ ജലാംശം നഷ്ടമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ എരിവ്, ഉപ്പ്, പുളി എന്നിവ കുറയ്ക്കുക. പിന്നെ അതുപോലെ ഭയങ്കരമായിട്ടുള്ള ആയാസമുള്ള ജോലികൾ ഒഴിവാക്കുക. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കുക. നമുക്കറിയാം, സൂര്യപ്രകാശം നേരിട്ട് ഏറ്റു കഴിഞ്ഞാൽ കൂടുതലായിട്ട് സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ഫുഡ് കഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരരസ പ്രധാനമായിട്ടുള്ളതും ദഹിക്കാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള ഫുഡ്, തണുത്ത ഫുഡ്, ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് ഒക്കെ വേണം കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം. ചോറ്, അതായത് നല്ല വെള്ള നിറത്തിലുള്ള ചോറ്, തൂവെള്ള നിറത്തിലുള്ള ചോറ് എന്ന് പറയുമല്ലോ, അത് നല്ലോണം വെന്തത് കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ മാംസരസം കഴിക്കാവുന്ന, അപ്പം മാംസരസത്തിന് അധികം തിക്കാവരുത്, മാംസരസം കഴിക്കാം. പിന്നെ അതുപോലെ ചില പ്രത്യേക തരത്തിലുള്ള പ്രിപ്പറേഷൻസ് പറഞ്ഞിട്ടുണ്ട്. രസാള എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. രസാള എന്ന് പറയുന്നത് തൈര് കടഞ്ഞെടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും പഞ്ചസാരയും ചേർത്തതിനാണ് രസാള എന്ന് പറയുന്നത്. അതുപോലെ രാഗം എന്ന് പറയുന്ന ഒരു സിറപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു സിറപ്പ് ഫോമിലുള്ളത് കുറച്ച് എരിവ്, ഉപ്പ്, പുളി ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഫോമിനാണ് രാഗം എന്ന് ആയുർവേദത്തിൽ പറയുന്നത്. പിന്നെ ഖാണ്ഡവം എന്ന് പറയുന്ന ഒരു സിറപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സിറപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് കൊഴുത്ത മധുരമുള്ള ഒരു ദ്രാവകം, ആ ഒരു ഫോമിന് സിറപ്പ് എന്ന് നമുക്ക് പൊതുവെ പറയാമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ചിലർ എങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും പാനകം എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷൻ. പാനകത്തിൽ ഉണക്കമുന്തിരി, ഈന്തപ്പഴം, അതുപോലെ ഈന്തപ്പഴത്തിൻ്റെ ഫാമിലിയോട് സാദൃശ്യമുള്ള കുറച്ച് ഫാമിലിയിലുള്ള ഫ്രൂട്ട്സും കൂടെ ഉണ്ട്. കാശ്മീരിയൻ, പയൂഷകം എന്നൊക്കെ പറയും. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തണുപ്പിച്ച് അതിൻ്റെ കൂടെ കറുവാപ്പട്ടയുടെ ഇല, ഏലത്തരി ഇതെല്ലാം ചേർത്തിട്ട് മൺകുടത്തിൽ ഇട്ട് വെച്ച് അത് പുളിപ്പിച്ചെടുത്തിട്ട് അത് കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ക്ലാസിക്കലായിട്ട് ആയുർവേദത്തിൽ പറയുന്ന ചില പ്രിപ്പറേഷൻസ് ആണ്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എരുമയുടെ പാല് നല്ലതാണെന്ന് പറയുന്നുണ്ട്. എരുമയുടെ പാല് പഞ്ചസാര കൂട്ടി കുടിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെ ആചരിക്കണം എന്ന് പറയുന്നത് പകലൊക്കെ നല്ല തണലുള്ള, നല്ല കാറ്റൊക്കെ ഉള്ള വൃക്ഷങ്ങളുടെ ചുവട്ടിൽ സ്പെൻഡ് ചെയ്യണം. പിന്നെ നല്ല തണലുള്ള സ്ഥലങ്ങളിൽ, ഇപ്പം നമ്മൾ പറയുമല്ലോ ഈ പണ്ടത്തെ മച്ചൊക്കെ ഉള്ള കെട്ടിടങ്ങൾ ഒക്കെ ആകുമ്പോൾ നല്ല തണലാണ്, നല്ല തണുപ്പാണെന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ സ്പെൻഡ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള, നനവുള്ള സ്ഥലങ്ങളുടെ അടുത്ത് ചെന്നിരിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ നല്ല മണമുള്ള പുഷ്പങ്ങളും ഒക്കെ ഉള്ള ഉദ്യാനങ്ങളിൽ ചെന്നിരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ വെള്ളം പ്രത്യേകിച്ച് നമുക്കറിയാം രാമച്ചം നല്ലതാണ്. അപ്പോൾ രാമച്ചം ഇട്ട വെള്ളം കുടിക്കാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ മല്ലിവെള്ളം നല്ലതാണ്. മല്ലിവെള്ളം നമ്മുടെ ശരീരത്തിനകത്തെ ചൂട് കുറയ്ക്കാൻ വളരെ നല്ലതാണ് മല്ലിവെള്ളം. പിന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ചൂട് കുറയ്ക്കുന്നതിന് ഇങ്ങനെയുള്ള ഫുഡ് ഉപയോഗിക്കുക, ഇങ്ങനത്തെ ചര്യകൾ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ മുത്തെന്ന് പറയുമ്പോൾ അതിന് ശരിക്കും ശരീരത്തിൽ ചൂട് കുറയ്ക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ വെള്ള നിറമാണ്. ആ വെള്ള നിറത്തിന് തന്നെ ചൂടിനെ കുറയ്ക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം മുത്ത് മാല ഒക്കെ ഉപയോഗിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ചന്ദ്രനെ സൂചിപ്പിക്കുന്ന ജ്യോതിഷത്തിൽ മുത്ത്. അപ്പം മുത്തിന് ഒരു തണുത്ത പ്രോപ്പർട്ടിയാണുള്ളത്. നമുക്കറിയാം അത് സമുദ്രത്തിൽ നിന്ന് എടുക്കുന്നതാണ് മുത്തുച്ചിപ്പിൽ നിന്ന് എടുക്കുന്നതാണ് മുത്ത്. അതുകൊണ്ട് മുത്തുമാല ധരിക്കാനും വേറെ പുഷ്പമാലകൾ ധരിക്കാനും പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ സാധാരണ രീതിയിലുള്ള ആയുർവേദത്തിൽ പറയുന്ന ഗ്രീഷ്മ ഋതുചര്യ. പിന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ, ഇന്നത്തെ ജീവിതത്തിൽ
യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടെ പറയാം. ഞാൻ ഇതിൽ പറഞ്ഞതിൽ ഉണ്ട് ഓൾറെഡി. അത് നമുക്ക് കുടിക്കാനായിട്ട് രാമത്തെ ഇട്ട് തിളപ്പിച്ച വെള്ളം, മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുളിക്കാനും നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, അധികം ചൂടത്ത് പോവാതിരിക്കുക, പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ധാരാളം വെള്ളം ഉള്ളിലേക്ക് കുടിക്കുക. നല്ലോണം വെള്ളം കുടിക്കണം. കാരണം ചൂടുകാലത്ത് ശരീരത്തിന് ഡീഹൈഡ്രേഷൻ മൂലം വെള്ളം ഒത്തിരി പുറത്തു പോകാനും സാധ്യതയുണ്ട്. അത് സ്ത്രീകളിൽ പ്രത്യേകിച്ചും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്നത് വെള്ളം ആവശ്യത്തിന് കുടിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, ബാർലി വെള്ളം കുടിക്കാം, ഈ കൊത്തമല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. പിന്നെ വെള്ളത്തിന്റെ കണ്ടന്റ് ധാരാളമുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, ജ്യൂസായിട്ടും കുടിക്കുക. അപ്പം തണ്ണിമത്തൻ, അതുപോലെ കുമ്പളങ്ങ, വെള്ളരിക്ക ഇവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് തണ്ണിമത്തൻ, വെള്ളരിക്ക അതൊക്കെ ഉപയോഗിക്കുക. കണ്ണിനും കൂടെ നല്ലതായിട്ടുള്ളതാണ് പടവലങ്ങ, അതിൽ വിറ്റാമിൻ എയും ഉണ്ട്. അതൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ള വെജിറ്റബിൾസ് ആണ്, അതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. നമുക്ക് ഫ്രൂട്ട് ജ്യൂസുകൾ ഉപയോഗിക്കാവുന്നതാണ്. തണ്ണിമത്തൻ ജ്യൂസ് ഉപയോഗിക്കാം, അതുപോലെ ഗ്രേപ്പ് ജ്യൂസ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അധികം എരിവ്, ഉപ്പ്, പുളി പാടില്ല. അപ്പോൾ എരിവ് കുറച്ച് വേണം എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയാറുണ്ട് മുളകിന് പകരം നമ്മൾ കുരുമുളക് ഉപയോഗിക്കുക. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥയെയും സ്വാധീനിക്കും, നല്ലതായിട്ട് വരും, ദഹനം നന്നായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ മുളകിന് പകരം കുരുമുളക് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തൈര് ഉപയോഗിക്കാൻ പാടില്ല. തൈരിന് പകരം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ മോര് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എരിവ്, ഉപ്പ്, പുളിയൊക്കെ മാക്സിമം കുറയ്ക്കുക. പിന്നെ നമുക്ക് വ്യായാമമൊക്കെ ആണെങ്കിലും ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുക. ഈ ഒരു സമയത്ത് ചൂട് കാലത്ത് റെസ്റ്റ് എടുക്കുക. ഭയങ്കര ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ പകൽ കുറച്ച് നേരം ഉറങ്ങുന്നതിനും കുഴപ്പമില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ആയുർവേദത്തിൽ പകലുറക്കം പറയുന്നുള്ളൂ. അതിൽ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിൽ പകലുറക്കം വലിയ കുഴപ്പമില്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും കോട്ടൻ്റെ വസ്ത്രം ഉപയോഗിക്കുക. ഇപ്പം ആയുർവേദവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോട്ടൺ എന്ന് പറയുന്ന പരുത്തി കാർപ്പാസം എന്നാണ് ആയുർവേദത്തിൽ അറിയപ്പെടുന്നത്. കാർപ്പാസ അസ്ത്യാദി തൈലം ഒക്കെ ഉണ്ട്. പരുത്തിക്കുരു നിന്നെടുക്കുന്ന തൈലമാണ്, മാതരോഗങ്ങൾക്കൊക്കെ ഉത്തമമാണ്. അപ്പം കോട്ടൺ കൊണ്ടുള്ള വസ്ത്രങ്ങൾ, അയഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുക. കാരണം വിയർപ്പൊക്കെ അധികം പിടിക്കാതെ ശരീരത്തിന് നല്ലത് കോട്ടൺ വസ്ത്രങ്ങളാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ചൂടുകാലത്ത് അധികം നമ്മൾ ശാരീരികമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു, മാനസികമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുകാലത്ത് അധികം മനസ്സിനെയും ചൂട് പിടിപ്പിക്കാതിരിക്കുക. അപ്പം നമ്മുടെ ഇമോഷൻസ് ആണെങ്കിലും ദേഷ്യം പോലുള്ള ഇമോഷൻസിന് വീണ്ടും ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം മാനസികമായിട്ടുള്ള ഇമോഷൻസ്, ദേഷ്യം, ഭയം, സങ്കടം, ഈ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനെയും കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പം ഈ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ മെഡിറ്റേഷൻ, യോഗ, പ്രാർത്ഥനാദികൾ പാലിക്കുന്നത് നന്നായിരിക്കും. പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഋതു ആയാലും ഏത് സമയമായാലും ജീവിതത്തിൽ ഏത് അവസ്ഥയായാലും തരണം ചെയ്തു പോകാൻ സാധിക്കും. നന്ദി.